മനുഷ്യവർഗത്തിന് വലിയൊരു ഭീഷണി. പുരുഷന്മാർ വളരെ വേഗത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വെൽക്കം ടു നിമ്മീസ് വ്ലോഗ്. ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷണ പ്രകാരം ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തി. ഇത് സ്ത്രീകളിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. ഈയിടെയായി ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു വന്നിരുന്നു. ശാസ്ത്രലോകം കണ്ടെത്താൻ കഴിയാത്തതും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതുമായ ചില ഫാക്റ്റുകൾ ഇന്ന് വളരെയേറെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു സയന്റിഫിക് റിപ്പോർട്ടായിരുന്നു പുരുഷന്മാരുടെ വംശനാശം. സയന്റിസ്റ്റുകളുടെ ഗവേഷണത്തിലൂടെ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അവർ കണ്ടെത്തി. അവരുടെ പരീക്ഷണം പുരുഷന്മാരുടെ ജനിതക ഘടനയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചായിരുന്നു. മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ജനറേഷനിൽ പുരുഷന്മാർ ഇല്ലാതാവും, അല്ലെങ്കിൽ അവർക്ക് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനേക്കാളും വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം പുരുഷന്മാരുടെ ഈയൊരു വംശനാശം നമ്മളിൽ ഒരു മുന്നറിയിപ്പ് തരുന്നതായി കാണാം. നമ്മൾ സ്ത്രീകളെ അത് എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഞാനിവിടെ പറയാൻ പോകുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ജെനറ്റിക്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ പുരുഷന്മാരെ ഇല്ലാതാക്കുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പരിണാമത്തെക്കുറിച്ചും ജനിതക ശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചും നമുക്ക് അത്യാവശ്യം ധാരണ വേണം. പുരുഷന്മാരുടെ വംശനാശത്തിന്റെ കാരണം ഇവിടെ പറയുന്നതിന് മുമ്പ് സ്ത്രീകളുടെ കാര്യം പറയേണ്ടതുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ 23 ജോഡി അഥവാ 46 എണ്ണം ക്രോമസോണുകളാണ് ഉള്ളത്. ജനിതക ഘടനയിൽ പറയുമ്പോൾ 44 ഓട്ടോമസ് പ്ലസ് XY മെയിൽസ് ഈക്വൽ ടു 46ഉം 44 ഓട്ടോമസ് പ്ലസ് XX ഫീമെയിൽസ് ഈക്വൽ ടു 46 എന്നിങ്ങനെയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഇവിടെ 44 ഓട്ടോസോമുകളും XY അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോണുകളും 2 സെക്സ് ക്രോമസോണുകളും കൂടി ആകെ 46 ക്രോമസോണുകൾ. ഈ ഓട്ടോസോംസ് എന്നത് ഒരാളുടെ ആകൃതി, രൂപം എന്നിവ നിർണയിക്കുന്ന ഒരു ഘടകമാണ്. സെക്സ് ക്രോമസോൺ എന്നത് ഒരാളുടെ ലിംഗം നിർണയിക്കുന്നതാണ്. മെയിൽ ഓർ ഫീമെയിലിനെ ബയോളജിക്കലി വേർതിരിക്കുന്നത് ക്രോമസോമുകളാണ്. അതിൽ XX ക്രോമസോമുകൾ സ്ത്രീകളെയും XY ക്രോമസോമുകൾ പുരുഷനെയും സൂചിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഘടനാപരമായ ക്രോമസോമുകൾ എങ്ങനെയാണ് പുരുഷന്മാരുടെ വംശനാശത്തെ ത്വരിതപ്പെടുത്തുന്നത് എന്ന് നോക്കാം. പുരുഷന്മാരിൽ കണ്ടുവരുന്ന XY ക്രോമസോമുകളിൽ Y ക്രോമസോമുകൾ ഇപ്പോഴുള്ള ജനറേഷനിൽ കുറഞ്ഞു വരികയാണെന്ന് USA സ്റ്റേറ്റ് ക്യാൻസർ യൂണിവേഴ്സിറ്റി ഏറ്റവും പുതിയ പഠനത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഈ Y ക്രോമസോമുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഇത് കുറയാതിരിക്കാൻ എന്തെങ്കിലും വഴികൾ ഉണ്ടോ എന്നും ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സയന്റിസ്റ്റുകളുടെ ഗവേഷണത്തിൽ പുരുഷന്മാരുടെ ക്രോമസോമുകളായ XY ക്രോമസോമിൽ Y ക്രോമസോമുകൾ കുറഞ്ഞു വരുന്നതായി കണ്ടു. ആദ്യം തന്നെ നമുക്ക് ഈ റീപ്രൊഡക്ഷൻ ടൈമിൽ എന്താണ് ക്രോമസോമിൽ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ സ്കൂൾ തലങ്ങളിലെല്ലാം പഠിച്ചു കാണും. അതായത് ഈ ബോഡിയിൽ വന്നിട്ട് XY ക്രോമസോണുകളും അതുപോലെ തന്നെ XX ക്രോമസോമുകളാണ് ഉള്ളതെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. XY ക്രോമസോമുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൽ ബോഡിയിലാണ് ഉണ്ടാവുക. അതായത് സ്പേമിൽ XY ക്രോമസോമുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഫീമെയിലിന്റെ ബോഡിയിൽ അതായത് എഗ്ഗില് X ആയിരിക്കും ക്രോമസോമുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ സെക്സിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഈ സ്പേമിൽ വന്നിട്ട് 2 ടൈപ്പ് ഓഫ് ക്രോമസോമുകൾ ഉണ്ടാകും. അതായത് ഒന്നെങ്കിൽ X ക്രോമസോമുകളും അല്ലെങ്കിൽ Y ക്രോമസോമുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ X ക്രോമസോമുകളാണ് അതായത് ഫീമെയിലിന്റെ ലാവയിലേക്ക് ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു ഫീമെയിൽ കുട്ടിയായിരിക്കും. അഥവാ XX ക്രോമസോണുകളോട് കൂടിയ ഒരു ഫീമെയിൽ കുട്ടിയായിരിക്കും ജനിക്കുന്നത്. നേരെ മറിച്ച് അവിടെ Y ക്രോമസോമുകളാണ് എൻ്റർ ആവുന്നത് എങ്കിൽ അവിടെ വന്നിട്ട് XY എന്ന് പറയുന്ന കോമ്പിനേഷൻ വരികയും അങ്ങനെ അവിടെ മെയിൽ കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് കുട്ടികൾ മെയിലായിട്ടും ഫീമെയിലായിട്ടും ജനിക്കുന്നത്. അപ്പോൾ റീസെന്റ് ആയി വന്ന റിപ്പോർട്ട് സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത്
അതായത് ഈ Y ക്രോമസോമുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ സൈസ് വന്നിട്ട് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മെയിൽ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് വലിയൊരു ഭീഷണിയാണ് കാത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് ആണാവുന്നതിന്റെയും പെണ്ണാവുന്നതിന്റെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം മെയിലിന് തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ കുറ്റം പറയുന്നവരും ഉണ്ട്. മെയിൽ ക്രോമസോമുകളിൽ നിന്ന് Y ക്രോമസോം വന്നാൽ മാത്രമേ അവിടെ മെയിൽ കുട്ടികൾ ഉണ്ടാവുന്നുള്ളൂ. ക്രോമസോമുകളുടെ വിശേഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. XX, XY എന്നീ 2 തരത്തിലുള്ള ബയോളജിക്കൽ സെക്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ സംസാരിച്ചത്. നമുക്കിനി അറിയാനുള്ളത് എന്തുകൊണ്ട് Y ക്രോമസോമുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ജീവജാലങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്യണമെങ്കിൽ കോശവിഭജനം നടന്നിരിക്കണം. ഈ കോശവിഭജനം നടക്കുന്ന സമയത്ത് ഒരു കോശത്തിൽ നിന്ന് മറ്റതിലേക്ക് ജനിതക ഘടകമായിട്ടുള്ള DNA ട്രാൻസ്ഫർ നടക്കും. ഈ ഒരു ട്രാൻസ്ഫർ ഈസി ആക്കുന്നതിന് ഈ ക്രോമസോമുകളാണ്. ഈ ക്രോമസോമുകളുടെ എണ്ണത്തിലോ ഘടനയിലോ ചെറുതായിട്ടൊരു ഡിഫറൻസ് വന്നാൽ പോലും നമുക്ക് വളരെ വലിയ അസുഖങ്ങൾ വരെ ഉണ്ടായേക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് പുരുഷന്റെ കൈവശമുള്ള Y ക്രോമസോമുകളുടെ സൈസിന് ക്രമാനുഗതമായിട്ടുള്ള ഒരു കുറവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം സയന്റിസ്റ്റുകൾ പറയുന്നത്, ഏകദേശം 16,000 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഓരോ ആൾക്കാരും ഇങ്ങനെ ഇവോൾവ് ആയി വരുമ്പോൾ ശരീരത്തിന് പലവിധ മാറ്റങ്ങൾ സംഭവിക്കുകയും, അതായത് സ്കിന്ന് സാധാരണയിൽ കവിഞ്ഞ് സോഫ്റ്റ് ആവുകയും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ അതായത് കൂടുതൽ ഹെയർ ഗ്രോത്ത് എല്ലാം തന്നെ സ്റ്റോപ്പ് ആവുകയും, കൂടാതെ പലതരത്തിലുള്ള ഇവോൾവ്സ് ഉണ്ടാകുന്നതിലൂടെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായിത്തീരുന്നു. ഈ പറഞ്ഞ ക്രോമസോം ചേഞ്ചിൽ അതായത് Y ക്രോമസോമും ഇവോൾവ് ആയി കുറയുന്നു എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കുറവല്ല, സാവകാശമുണ്ടായ ഒരു പ്രതിഭാസമാണ്. ഇനിയും വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് Y ക്രോമസോമുകൾ കുറഞ്ഞു അപ്രത്യക്ഷമാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ജെന്നി കെവ്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും ലിംഗവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരും എന്നതിൽ ഒരു സംശയവും നമുക്ക് പറയാനാവില്ല. അതുപോലെ പുതിയൊരു മനുഷ്യവർഗം ഉടലെടുക്കും എന്ന ചിന്ത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനും പറ്റില്ല. ഭാവിയിൽ മനുഷ്യർ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം അവ്യക്തമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. Then I will stop and see you again. Bye.